നമസ്കാരം. സഹപ്രവർത്തകരുടെ സാമ്പത്തിക വഞ്ചനയിൽപ്പെട്ട് കടത്തിൽ മുങ്ങിയാണ് വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തത്. ബാങ്കിലെ നിയമനത്തിന് വാങ്ങിയ കോഴ നിയമനം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിജയന് മാത്രമായി. പണം പറ്റിയ നേതാക്കളൊക്കെ മുങ്ങി. വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന ഘട്ടത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം കൊടുത്ത് വിജയൻ സ്വയം ജീവനെടുത്തു. പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കാൻ മനസ്സ് വരുന്നില്ല, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ദീനമായി അപേക്ഷിക്കുന്ന ഒരു മരണക്കുറിപ്പ് VD സതീശനും K സുധാകരനും മറ്റു പ്രമുഖ നേതാക്കൾക്കും വിജയൻ നൽകിയിരുന്നു. ഈ മരണക്കുറിപ്പ് നേതാക്കൾക്ക് കിട്ടി 10 ദിവസം കാത്തിരിക്കണം, അവർ സഹായിച്ചില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ എന്ന് മൂത്ത മകന് ഒരു കത്തുകൂടി എഴുതി വെച്ചിരുന്നു വിജയൻ. 4 പതിറ്റാണ്ടോളം വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ അഹോരാത്രം പണിയെടുത്ത NM വിജയനോട് മരിച്ചിട്ടും ദയ കാണിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി. കത്ത് കിട്ടി, വായിച്ചില്ല എന്ന് K സുധാകരൻ പറയുന്നു. കത്ത് വായിച്ചു, പക്ഷെ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എന്ന് VD സതീശൻ പറയുന്നു. ഇത് ആത്മഹത്യാക്കുറിപ്പ് ആണോ എന്ന് ആർക്കറിയാമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്ര മനസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്തവരാകുന്നത്? ചർച്ചയിൽ വിജേഷ്, അദ്ദേഹം അന്തരിച്ച NM വിജയന്റെ മകനാണ്. പത്മജ വിജേഷിന്റെ ഭാര്യയാണ്. KP നൌഷാദ് അലി കോൺഗ്രസ്, SK സജീഷ് CPM, K ഗണേഷ് BJP എന്നിവർ. ആദ്യം ശ്രീ വിജേഷ്, അച്ഛന്റെ കത്തിൽ പറയുന്നത് പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കരുത്, രഹസ്യമായി ഈ കത്ത് നേതാക്കളെ ഏൽപ്പിക്കണം, അവർ 10 ദിവസം കഴിഞ്ഞും ഒന്നും ചെയ്തില്ലെങ്കിൽ മാത്രം ഈ കത്ത് പോലീസിനും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ കത്ത് വായിച്ചിട്ടില്ല എന്നാണ് K സുധാകരൻ പറയുന്നത്. കത്ത് വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റിയുടെ കുഴപ്പമുണ്ട് എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു എന്ന് VD സതീശൻ പറയുന്നു. വിജേഷ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, ഞാൻ ചോദിച്ചത് കത്ത് കേൾക്കാം. കത്ത് വായിച്ചിട്ടില്ല എന്നാണ് K സുധാകരൻ പറയുന്നത്. വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റി ഇല്ലെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു എന്ന് VD സതീശൻ പറയുന്നു. ഈ രണ്ട് സംഭവങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരിട്ട് പോയല്ലേ രണ്ടുപേർക്കും കത്ത് കൊടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് പറയാനുള്ളൂ. അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ വേറെ രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. VD സതീശനെ എന്നാണ് കണ്ടത്, ഓർമ്മയുണ്ടോ? മൂന്നാം തീയതി. പത്മജയ്ക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുക? അച്ഛൻ്റെ കത്ത് ഇപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. അച്ഛൻ 2 കത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് നേതാക്കൾക്കും, രണ്ടാമത്തേത് നിങ്ങൾക്കും. എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. VD സതീശനും K സുധാകരനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തുണ്ട്. ഈ കത്തൊക്കെ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? പല നേതാക്കളും ഈ കത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ പേര് കോപ്പി ടു VD സതീശൻ എന്ന് വേറൊരു മഷിയിലാണ് എഴുതിയിരുന്നത് എന്ന് VD സതീശൻ പറയുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയ കത്തിന്റെ കൂടെ തന്നെ ഈ 4 കത്തും വേറെ വേറെയാക്കി അച്ഛൻ തന്നെ അഡ്രസ് എല്ലാം ചെയ്തിട്ടുള്ള കത്താണ്. ഇപ്പൊ നേതാക്കൾ ഈ പറയുന്ന വിശദീകരണങ്ങളിൽ വല്ല കാര്യവും നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുത്തു എന്ന് മാത്രം. അല്ല, ഈ കൊടുക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു? K സുധാകരനെയും VD സതീശനെയും കാണാൻ പോയപ്പോഴുള്ള അനുഭവം കൊടുത്തത് ആദ്യം അവര് എന്തായിരുന്നു കേട്ടില്ല. VD സതീശനെയും K സുധാകരനെയും കത്തുമായി പോയി കണ്ടപ്പോഴുള്ള അനുഭവം. VD സതീശൻ പോയ സമയത്ത് സതീശൻ സാറ് പറഞ്ഞത് ഇതിനൊരു ക്ലാരിറ്റി ഇല്ല, ഇത് വ്യക്തികളാണ്, പാർട്ടി അല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റവരെ കണ്ട സമയത്തും അവര് ചെയ്യാം, നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. VD സതീശൻ പറഞ്ഞത് 2 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, പാർട്ടി നേതാക്കളോട് എല്ലാവരോടും ആലോചിക്കണം, KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതിനൊന്നുള്ള സമയം കൊടുത്തില്ല, അതിനു മുമ്പ് നിങ്ങൾ കത്ത് പുറത്തു വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. 10 ദിവസം കഴിഞ്ഞില്ലേ? 10 ദിവസം കഴിഞ്ഞു. ഇത് ഇത്രയും പലിശ എന്നൊക്കെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വരുന്ന സംഭവമല്ലേ? ഇപ്പൊ ഇത്രയും ദിവസം ഒന്നാമത് ഈ എമൗണ്ട് കണ്ടിട്ട് തന്നെ ഞങ്ങൾ ആകെ ഞെട്ടല്ല. ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അല്ലേ? അതെ അതെ.
ഇവിടെ ഇപ്പോ അച്ഛന്റെ കത്തിൽ എന്തോ കടം ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയും വലിയ കടത്തിന്റെ ഒരു ക്ലാരിറ്റി അറിയുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ അച്ഛന്റെ കത്തിൽ, അതായത് കെ സുധാകരനും വി ഡി സതീശനുമുള്ള കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു മരണക്കുറിപ്പാണ് എന്ന്. ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം കത്ത് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറണം എന്നാണ് മകനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം നേതാക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം വായിച്ചിട്ടും ഈ കാര്യം അറിഞ്ഞിട്ടും നേതാക്കൾ ഒന്നും ചെയ്തു തന്നില്ല എന്നാണോ? അതെ, ഞങ്ങളൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അവർക്ക് വിളിച്ചാലോ നിങ്ങളെ കൂടെ ഉണ്ടെന്നൊരു വാക്കെങ്കിലും മതിയായിരുന്നു. പക്ഷേ ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ പിന്നെ മീഡിയയ്ക്കും പോലീസ് മേധാവിക്കും നമ്മൾ കത്ത് കൈമാറുന്നത്. വയനാട്ടിലെ നേതാക്കളും തിരിഞ്ഞു നോക്കിയില്ലേ? ഇല്ല. ആരും? അച്ഛൻ മരിച്ചതിന് ശേഷം ആരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ അച്ഛൻ്റെ കത്തിൽ അവസാനമായി പറയുന്നത് വളരെ ദയനീയമായി, ആർക്കും കേട്ടാൽ കണ്ണ് നനയുന്നത് പോലെ പറയുന്നത് എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്നാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ടൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ അത് ഒരു തരത്തിലും ഗൗനിച്ചില്ല എന്നാണല്ലേ? ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, ആ കത്ത് തന്നെ വ്യാജാന്നല്ലേ സാറേ പറയുന്നത്. ആ കത്തിൽ തന്നെ അവർക്ക് വിശ്വാസമല്ല, അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്നൊക്കെ പറയുമ്പം ഇനി ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കണ്ടേ? അല്ല, ഇപ്പോൾ അച്ഛന് പക്ഷേ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടി നേതാക്കൾക്ക് കത്തെഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹം മകനോട് ആവശ്യപ്പെടുന്നത് ഈ കത്ത് ആരും അറിയാതെ, ഈ 4 കത്തുണ്ട്, ആരും അറിയാതെ ഈ എഴുതിയ അഡ്രസ്സുള്ള ആളുകൾക്ക് നൽകണം, ഇത് മറ്റാരും അറിയരുത് എന്നാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് പാർട്ടി ഈ കാര്യം, എൻ്റെ കടവും എൻ്റെ പ്രശ്നങ്ങളും പാർട്ടി പരിഹരിക്കട്ടെ, നാട്ടുകാരൊന്നും അറിഞ്ഞ് എൻ്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവണ്ട, പാർട്ടി പരിഹരിക്കും ഈ വിഷയം, ഞാൻ മരിച്ചാലെങ്കിലും എന്നൊരു വിശ്വാസം അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു അപേക്ഷ സ്വരത്തിൽ അത് പറയുന്നതും. അതെ, അത് വായിച്ചാൽ അറിയാം. ഈ നേതാക്കൾ എന്താണ് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന കാര്യം മാത്രമാണോ വി ഡി സതീശൻ പറഞ്ഞത്? നിങ്ങൾ കലുഷമായാണ് സംസാരിച്ചത്, പരുഷമായാണ് സംസാരിച്ചത് എന്ന് നേതാക്കൾക്ക് ഫീലിംഗ് ഉണ്ടോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഹസ്ബൻഡായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഉണ്ടാവുമോ? ഒന്നാമത് സഞ്ചയനത്തിൻ്റെ പിറ്റേ ദിവസം അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ പോയത് തന്നെ. അപ്പം ഒരിക്കലും നമ്മൾ ഭീഷണിയുടെ ഒരു സ്വരം ഉണ്ടാവുകയില്ല. പിന്നെ അത്രയും വലിയ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എന്ത് ഭീഷണി, ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾ എന്ത് ഭീഷണിപ്പെടുത്താനാണ് അവരെ? അല്ല, സാധാരണ നിലയിൽ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് മരിച്ചാൽ നേതാക്കൾ അങ്ങോട്ട് വന്ന് കാണേണ്ടതാണ്. അവരോടുള്ള ഒരു റെസ്പെക്ട്, നമ്മളും ആ റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അതെ, ഇതിപ്പോ നിങ്ങൾ സഞ്ചയനം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോയി നേതാക്കളെ കാണുകയാണ്. അച്ഛൻ അവർക്ക് കൊടുത്തൊരു റെസ്പെക്ട് ഉണ്ടല്ലോ, ആ ഒരു റെസ്പെക്ട് ഈ കത്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷേ നിങ്ങളെ കൈവിടുന്ന ഒരു തരത്തിലും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല. ഇപ്പോൾ ഇന്ന് കെ സുധാകരൻ പറഞ്ഞതായി എൻ്റെ അവസാന നിമിഷം ശ്രദ്ധയിൽപ്പെട്ടത്, നേരത്തെ തന്നെ ഞാൻ IC ബാലകൃഷ്ണനോടും ND അപ്പച്ചനോടും തൂങ്ങിയാൽ എല്ലാവരും തൂങ്ങും, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നതായി ഒക്കെയാണ്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ മുമ്പിൽ കാണുന്നത്? പോലീസ് ഈ കാര്യത്തിൽ നടപടികൾ എടുക്കട്ടെ എന്നുള്ളതാണോ? അതെ, കാരണം അത് അച്ഛൻ്റെ കത്താണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യാജമായിട്ടുള്ളൊരു കത്തുണ്ടാക്കിയിട്ട്, ഒന്നാമത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ എന്ത് വ്യാജമായിട്ട് ഇത് എഴുതി ഉണ്ടാക്കാനാണ്? അല്ല, അത് ആ കത്ത് വായിക്കുമ്പോൾ തന്നെ കത്ത് വായിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റി തന്നെ ഞങ്ങൾ അറിയുന്നത്. അതെ, അല്ല, അങ്ങേയറ്റം വൈകാരികമായിട്ടാണ് ആ കത്ത് അവസാനിക്കുന്നത്. ആ കത്ത് വായിക്കുന്ന ആർക്കും മനസ്സലിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മനസ്സലിയാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ കൊച്ചുമക്കൾക്ക് എൻ്റെ അവസാനത്തെ ഉമ്മ മോനും ജിജുവിനെയും കൂടെ കൂട്ടുന്നു, നിന്റെ പാപിയായ അച്ഛൻ പോവുകയാണ്, ഈ കത്ത് നീ മാത്രം വായിച്ച് നശിപ്പിക്കണമെന്നൊക്കെ ഒരു മനുഷ്യൻ അയാളുടെ അവസാന നിമിഷം അങ്ങേയറ്റം വൈകാരികതയോടുകൂടിയ എഴുതുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിനെ അവിശ്വസിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ആർക്കറിയാമെന്ന് ചോദിക്കുന്നു. ഇതിൽ ക്ലാരിറ്റിയുടെ കുറവുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ അവസാനത്തെ വിലാപത്തിന് എന്ത് ക്ലാരിറ്റി കുറവുണ്ടായതായിട്ടാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക? അറിയില്ല, എന്താ പറയാ. എന്തായാലും ഈ കത്ത് വായിക്കുന്ന മറ്റാർക്കും അങ്ങനെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമല്ല. ഞങ്ങളോട് പോലും പറയാണ്ട് ഞങ്ങളെ മുന്നിൽ പോലും പാർട്ടീനെ
പറഞ്ഞോളൂ, പത്മജ പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾക്ക് മുന്നിൽ പോലും പാർട്ടീനെ മരിക്കുന്ന സമയം വരെ നമ്മളെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും നമ്മളോട് വരെ മരിക്കുന്ന സമയം വരെ പറഞ്ഞിട്ടില്ല. ആ കത്ത് വായിച്ചപ്പോഴാണ് നമ്മൾ വരെ അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ. അപ്പം എന്തോരും ആ മനുഷ്യൻ പാർട്ടീനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണ്ടേ? നിശ്ചയമായും. അല്ല, അത് ശരിയാണ്. ആ മനുഷ്യൻ അങ്ങേയറ്റം പാർട്ടിയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ആ കത്ത് വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. ദയവായി തുടരണം, ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരാം. പക്ഷേ KP നൗഷാദ് അലി, വലിയ കടബാധ്യത പാർട്ടി പ്രവർത്തനം മൂലം വരുന്നു. ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു, മരിക്കുമ്പോൾ വയ്യാത്ത മകനെയും കൂടെ കൂട്ടുന്നു. ആ നിമിഷവും ഈ ചതികളെല്ലാം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ പ്രസ്ഥാനത്തെ കരിവേരി തേക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പാർട്ടി മോശപ്പെടട്ടെ എന്നല്ല വിചാരിക്കുന്നത്. അദ്ദേഹം വിചാരിക്കുന്നത് എൻ്റെ പാർട്ടിക്ക് ഒരു അപഖ്യാതി വരരുത് എന്നാണ്. അത് ഈ കത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഈ പാർട്ടിയുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി മരിക്കാം, പക്ഷെ എന്നാൽ പോലും എൻ്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും വരരുതേ എന്ന് പറഞ്ഞിട്ട് മരിച്ച ഒരു മനുഷ്യൻ എൻ്റെ പാർട്ടി ഇനി എൻ്റെ കുടുംബത്തെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് മരിച്ചുപോയി. അതിനുശേഷം പോലും കോൺഗ്രസ് പാർട്ടി ഈ കുടുംബത്തെ അനുഭാവപൂർണ്ണം കാണാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? പണ്ട് ഈശ്വര വാര്യർ ചോദിച്ചതുപോലെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടും എന്തിനാണ് ഈ കുടുംബത്തെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മഴയത്തും വെയിലത്തും നിർത്തുന്നത്? KP നൗഷാദ് അലി. അഭിലാഷ്, ഇവിടെ ശ്രീ വിജയന്റെ കത്ത് അത് പാർട്ടിയോടുള്ള വലിയ കൂറും പ്രതിബദ്ധതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കത്താണ്. അദ്ദേഹം അവസാന നിമിഷവും പാർട്ടി അത്തരത്തിലാണ് സമീപിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള തിക്താനുഭവവും ഔദ്യോഗികമായി പാർട്ടി തലത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാനതിനെ എടുക്കുകയാണ്. ഏതെങ്കിലും പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ അപാകങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉപ്പ് തിന്നവരാരായാലും അതിൽ വെള്ളം കുടിക്കും. രണ്ടാമതായിട്ട് ഇവിടെ ഞാൻ വിജയേട്ടൻ്റെ മരുമകളുടെ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കടബാധ്യത ഇത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവസ്ഥ ഇത്രത്തോളം ആണ് എന്ന് അവർക്കറിയില്ലായിരുന്നു എന്നാണ്. ഈ കത്ത് കൈമാറുമ്പോൾ പോലും എന്താണ് ആ കത്തിൻ്റെ ഒരു ഗൗരവാവസ്ഥ, അതിൻ്റെ ഒരു പശ്ചാത്തലവും പരിസരവും വിജയേട്ടൻ്റെ മാനസികാവസ്ഥയും ഒക്കെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഫലപ്രദമായി ഇടപെടാൻ കഴിയുമായിരുന്നു, ഏതെങ്കിലും തരത്തിൽ പരിഹാര മാർഗങ്ങൾ ആരായാൻ അവർ ശ്രമിക്കുമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഒരു അന്വേഷണം ആവശ്യമാണ്. കേരളത്തിലെ പോലീസിന് അത് അന്വേഷിക്കാം. ഞങ്ങൾ ഭരണത്തിലൊന്നുമില്ലല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, കേന്ദ്രത്തിലും ഞങ്ങൾ ഭരണത്തിലില്ല. അതുകൊണ്ട് ഔദ്യോഗിക നിയമ സംവിധാനങ്ങൾക്കൊക്കെ ഇവിടെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്താം. അതിലെ വസ്തുതകളും അതിന്റെ വിശദാംശങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാം. അന്വേഷണം നടക്കട്ടെ. കോൺഗ്രസ് പ്രവർത്തകനാണ്, അങ്ങ് ആ കത്ത് വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ കത്തായി ആ കത്തിനെ ഒന്ന് കാണൂ. ആ കത്തിന്റെ അവസാനത്തെ വരികളൊന്ന് വായിക്കൂ. എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ, എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്ന് ആരോടാണ് NM വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടിയോടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷനോടും പാർലമെന്ററി പാർട്ടി ലീഡറോടും K സുധാകരനോടും VD സതീശനോടുമാണ് എന്റെ കുടുംബത്തെ എങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞൊരാൾ മരിച്ചുപോയത്. അയാൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ആ വീട്ടിലേക്കൊന്ന് പോയോ? ഇവർ സഞ്ചയനം കഴിഞ്ഞ് പിറ്റേന്ന് നേതാക്കളെ തിരക്കി ചെന്നാണ് ഈ കത്ത് കൊടുത്തത്. അപ്പോ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തൊരു പാർട്ടിയും എന്തൊരു നേതാക്കളുമാണ് ഇതെന്ന്. അല്ല അഭിലാഷ്, അത് അങ്ങനെ പറയരുത്. ഈ നിങ്ങളിവിടെ ഒരുപാട് ദൃശ്യങ്ങൾ കാണിച്ചല്ലോ. വിജയേട്ടൻ്റെ അന്തിമയാത്രയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ആശുപത്രി ദൃശ്യങ്ങൾ കാണിക്കുന്നു. എല്ലായിടത്തും കോൺഗ്രസ് നേതാക്കളും ത്രിവർണ്ണ പതാക പൊതിഞ്ഞാണ് അദ്ദേഹം അവസാന യാത്ര പോകുന്നത്. പാർട്ടി ഓഫീസിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അനിൽകുമാർ MLA അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാര്യങ്ങളുടെ ഏകോപനം നിർവഹിച്ചിരുന്നു. K മുരളീധരനും T സിദ്ദീഖും ND അപ്പച്ചനും ഒക്കെ ഉടനീളം അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി തൊട്ട് താഴേക്കുള്ള നേതാക്കൾ ആ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കത്ത് എന്നത് അത് ആരുടെയും കൈവശമുള്ള കാര്യം ആർക്കും അറിയാത്ത ഒന്നാണ്. ആ കത്തുമായിട്ട് പോകണമെങ്കിൽ അവരങ്ങോട്ട് പോയേ തീരൂ. ആ കത്ത് കൊടുക്കാനാണല്ലോ അവർ പോയത്, അല്ലാതെ അങ്ങോട്ട് ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാന്ത്വനം ഏറ്റുവാങ്ങാനല്ലല്ലോ. അപ്പോൾ കത്ത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ടി വരും. അവിടെ കത്ത് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ കത്ത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം, നോക്കാം, പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിലെന്താ തെറ്റുള്ളത്? കോൺഗ്രസ് പാർട്ടി വിജയേട്ടന്റെ കുടുംബത്തെ കൈയൊഴിയുമെന്ന് എവിടെയെങ്കിലും അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് ഞാൻ കത്ത് കിട്ടി, കത്ത് വായിച്ചില്ല എന്നാണ്. VD സതീശൻ പറയുന്നത് കത്ത് ഞാൻ വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്നാണ്. ഇപ്പോൾ ഈ കത്തിൽ എന്താണ് ക്ലാരിറ്റി കുറവ്? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ക്ലാരിറ്റി അന്വേഷിച്ച് വരുത്താവുന്നതാണ്, അതല്ലല്ലോ വിഷയം. പക്ഷേ
ആ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ തന്നെ വിഷയം. മാനസിക വ്യഥയിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ചങ്കു പൊട്ടിയാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ഒരു മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ട മാനസികാവസ്ഥ വന്നു എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവില്ലല്ലോ. ആ ക്ലാരിറ്റിക്ക് കോൺഗ്രസ് പാർട്ടി എവിടെയാണ് പോവേണ്ടത്? അല്ല, അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. നിർഭാഗ്യകരമായ സാഹചര്യമാണ്. അദ്ദേഹത്തിനും മകനും മരിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം അത് തീർച്ചയായിട്ടും നമുക്ക് ഹൃദയഭേദകമാണ്. ആർക്കാണ് അതിനകത്ത് തർക്കമുള്ളത്? പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ കാണാത്ത ചില ഉൾപ്പിരിവുകളൊക്കെ ഉണ്ടാകാം. ഞാനതൊന്നും ഇവിടെ പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം പല കാര്യങ്ങളും പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഏതായാലും അദ്ദേഹം മരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊന്നും ആരും ഈ കടത്തിൻ്റെ പേരിൽ വേട്ടയാടാൻ പോകുന്നില്ല. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അങ്ങനെ പിറ്റേ ദിവസം തന്നെ വീട് ജപ്തി ചെയ്യാനൊന്നും വരുന്നില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷേ അത് കൂടിയാലോചനകളിലൂടെയും ഞങ്ങൾ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിന് ആനുപാതികമായും പോലീസിൻ്റെ അന്വേഷണത്തിന് ആനുപാതികമായും അതിനകത്ത് വേണ്ട ഇടപെടലുകൾ ഈ പാർട്ടി നടത്തുക തന്നെ ചെയ്യും. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കത്തിനും ഒരു തരത്തിലുള്ള അശേഷം സംശയം വേണ്ട. കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. വിജേഷ്, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഈ കോൺഗ്രസ് നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 2 കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനും വി ഡി സതീശനുമാണ്. ഇവരെ രണ്ടുപേരെയും ഈ കത്തുമായി അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് കാണാൻ പോയത് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാമോ? എന്താണ് അവർ പറഞ്ഞതെന്ന്? ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നോട് മോശമായ രീതിയിൽ ഒന്നും അവർ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിലൊരു വാക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ മാറിയിട്ടുമില്ല, ഒന്നുമില്ല. ഇതിൽ മാറിയത് അവർ പറഞ്ഞതിൽ എന്തോ മാറ്റം ഉണ്ട് എന്ന രീതിയിലാണ് വന്നത്, പുറത്തു വന്ന ഇത്. അല്ലാതെ ഞാനിതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ അച്ഛൻ വിശ്വസിച്ചത് പാർട്ടി ഈ കടബാധ്യത ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേരത്തെ അദ്ദേഹം പാർട്ടിയോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മകൻ്റെ ജോലി, ജിജുവിൻ്റെ ജോലി തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ജിജുവിനൊരു ജോലി കൊടുക്കണമെന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കടബാധ്യത സംബന്ധിച്ച കാര്യം പാർട്ടിയോട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നിറവേറ്റില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കണം, എൻ്റെ കുടുംബത്തെ ജീവിക്കാൻ, അതായത് നിങ്ങളെ സമാധാനപൂർവ്വം ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലൊരു ഉറപ്പാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഉറപ്പ് കിട്ടുന്ന വിധത്തിലാണോ അവിടെ കാര്യങ്ങൾ ഉണ്ടായത്? അവർ തീരുമാനിച്ച് പറയാം എന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം ഞാനിത് ഇത് ചെയ്തതൊന്നുമല്ല. ഈ പോലീസിൻ്റെ ഇത് വന്നു, അന്വേഷണം വന്ന സമയത്ത് എനിക്ക് കത്ത് കൈമാറേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലാതെ ഇതിൽ വേറെ ഇതിൽ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. തീർച്ചയായും താങ്കൾ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ട ഒരു മകനാണ്, ഒരു സഹോദരനാണ്. ആ ഒരു വൈകാരികത മനസ്സിലാക്കുന്നുണ്ട്. അത്രയും ദാരുണമായ സംഭവമാണ്. പത്മജയെക്കുറിച്ചും അച്ഛൻ കത്തിൽ എഴുതുന്നുണ്ട്. പപ്പയെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് അന്നും ഇന്നും കരുതുന്നത് എന്നൊക്കെ. വലിയ വൈകാരികമായിട്ടാണ് അദ്ദേഹം പാർട്ടി കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 1992 മുതൽ കോൺഗ്രസിൻ്റെ ബത്തേരിയിലെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹമാണ് കോൺഗ്രസിനെ ആ മേഖലയിൽ നയിച്ചിരുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ ആ നേതാവ് ഇത്രയധികം തവണ അഭ്യർത്ഥിച്ചിട്ടും ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പാർട്ടി നടത്തി തരാതിരുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മരണശേഷം നീതി കിട്ടുകയാണ് അദ്ദേഹത്തിന് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇപ്പം നേരത്തെ ആരെ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ സംസാരിച്ചതിൽ അവരുടെ അച്ഛൻ്റെ അവസാന സമയം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് എന്തോ പറഞ്ഞില്ലേ അവർ. പക്ഷേ ആ സമയത്തും അച്ഛൻ്റെ ടെൻഷൻ കണ്ടിട്ട് നമ്മൾ ചോദിച്ചതാണ് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പം ഒക്കെ ശരിയാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും വലിയ ബാധ്യതകളുള്ളത് അച്ഛൻ പറഞ്ഞില്ല എന്ന് മാത്രം. ഇത്രയും വലിയ ബാധ്യതകളുള്ളത് ഞങ്ങൾ ഇപ്പോൾ പോലീസ് ഓരോ ബാങ്കിലും പോയിട്ട് അന്വേഷിക്കുമ്പോഴാണ് ഓരോ സ്ഥലത്തും ഇത്ര ബാധ്യതകൾ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത്. അല്ല, ആ ബാധ്യതകളുടെ കാര്യം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ND അപ്പച്ചൻ്റെ വീടിനടുത്തുള്ള ഒരു ചാക്കോയ്ക്ക്, ആ ചാക്കോയുടെ നിന്ന് പണം വാങ്ങിച്ചു, ഈട് കൊടുത്തത് ഇദ്ദേഹമാണ്, മറ്റു രണ്ടുപേരും നോക്കിയിരുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ ബാധ്യതയാണ്. അതുപോലെ IC ബാലകൃഷ്ണന്റെ 7 ലക്ഷം രൂപ
7 ലക്ഷം രൂപ വാങ്ങിച്ചു, 2 ലക്ഷമേ തിരിച്ചു കൊടുത്തുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന്, അതായത് സ്വന്തമായി വാങ്ങാത്ത നേതാക്കൾ വാങ്ങിയ പണത്തിന് സമാധാനം പറയേണ്ട, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത NM വിജയന് വന്നു എന്നാണല്ലോ അദ്ദേഹത്തിന്റെ കത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. സ്വന്തം നിലയ്ക്ക് വരുത്തിയ ബാധ്യതയല്ല. അല്ല, അത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് എഴുതിയ ലെറ്ററിൽ പറയുന്നത് ഒരു 3 ബാധ്യതയെ പറ്റി പറയുന്നുണ്ട്. അത് മാത്രമേ ഞങ്ങൾ അറിവിലുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയുന്നതുമായിരുന്നു. ഈ ബാക്കി ബാധ്യതകളൊന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഈ ബാങ്കിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടി തീരുമാനിച്ച് പാർട്ടി നടത്തിയ പരിപാടികൾക്ക് വേണ്ടി ചെലവാക്കിയ പണമാണ്, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ വാങ്ങിയ പണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബാംഗങ്ങളല്ല അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കിയ പണം, പാർട്ടിക്ക് വേണ്ടി വരുത്തിവെച്ച ബാധ്യത അത് പാർട്ടി തന്നെ നിറവേറ്റും എന്ന് ഏതെങ്കിലും നേതാവ് പറഞ്ഞോ? അവിടുത്തെ താഴെത്തട്ടിലെ വയനാട്ടിലെ നേതാക്കൾ ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെയാണ് ഈ കത്ത് പുറത്തു വരുന്നത്. ഇന്നലെ ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം കേരളം മുഴുവൻ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാണ്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല, ആരും വന്ന് കണ്ടിട്ടില്ല. ഇല്ല, ആരും വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോ കുറെ അധികം ബാധ്യതകളുടെ പ്രശ്നമുണ്ട്. ആ ബാധ്യതകളുടെ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഒരാൾക്ക് വന്ന കടവുമല്ല, മറിച്ച് രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി വന്ന കടമാണ്. ഒരു ബാങ്കിന്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് 22 നിയമനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പണം വാങ്ങുന്നു. പക്ഷേ ബാങ്കിന്റെ ഭരണസമിതി പെട്ടെന്ന് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമനം നടത്താൻ കഴിഞ്ഞില്ല. ആ സമയം വാങ്ങിയ പൈസ തിരികെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തു. അങ്ങനെയാണല്ലോ അദ്ദേഹം കടക്കാരനായത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ കോഴ വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? അതെ, അന്വേഷിക്കണം. കാരണം ഇത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ അതെന്താന്നുള്ള സത്യാവസ്ഥ പോലീസ് അന്വേഷിക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ മറ്റ് നേതാക്കളൊക്കെ സാധാരണ നിലയിൽ അദ്ദേഹത്തോട് നല്ല ബന്ധത്തിലായിരുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വാങ്ങിയ പണത്തെക്കുറിച്ച് നേരത്തെ തന്നെ 2 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷവും പാർട്ടി നേതാക്കളും ഒക്കെ ആയിട്ടൊക്കെ സാധാരണ ബന്ധം തന്നെയായിരുന്നു NM വിജയന്. പണ്ടത്തെ അത്ര സജീവമായിരുന്നില്ല. അന്നൊക്കെ എല്ലാവരും വീട്ടിൽ വരും. അച്ഛൻ കൗൺസിലർ ആയിരുന്ന സമയത്തൊക്കെ കുറേ പേര് വരികയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ആരും അങ്ങനെ വരാറില്ല. അല്ല, അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് പൂർണ്ണമായും NM വിജയൻ ഒറ്റപ്പെട്ടതുപോലെ, പാർട്ടി പൂർണ്ണമായും കൈയൊഴിഞ്ഞതുപോലെ ആയിരുന്നോ? സജീവ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല പണ്ടത്തെ പോലെ. മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പൊ അദ്ദേഹം കത്തിൽ പണ്ട് അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് K. സുധാകരൻ വീട്ടിൽ വന്നതും മറ്റുമൊക്കെ അനുസ്മരിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ അവസാന കാലഘട്ടത്തിൽ നല്ല ബന്ധവും അടുപ്പവും പുലർത്തിയിരുന്നോ, അതോ അവരൊക്കെ മറന്നിരുന്നോ? അതൊക്കെ എൻ്റെ കല്യാണത്തിന് മുൻപാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അത്ര സജീവമായി നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം ബന്ധം പുലർത്തിയിരുന്നില്ല. അതേസമയം അദ്ദേഹത്തിന് ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകളെല്ലാം സ്വന്തം നിലയ്ക്ക് നോക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പണം കിട്ടാനുള്ള ആളുകൾ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പണം കിട്ടാനുള്ള ആളുകൾ വീട്ടിലേക്ക് വരികയോ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനത്തെ ഒരു സാഹചര്യം എപ്പോഴെങ്കിലും കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടോ? വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പ്രാവശ്യം കണ്ടപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് ഇതെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളടുത്ത് പറയുന്നത്. അല്ല, എന്താണെന്നാണ് അന്ന് അച്ഛൻ പറഞ്ഞത്? അത് ഞങ്ങൾ 9:30 ആകുമ്പോൾ 2 പേരും ജോലിക്ക് പോകും. അപ്പം അതിൻ്റെ മുന്നേ വന്ന 1-2 പേരെയാണ് നമ്മൾ കണ്ടത്. അപ്പം അച്ഛൻ അവരോട് ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലായിരിക്കുമല്ലോ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറി വരാറില്ല. അവര് ഈ പണം ആരോ ഒരാൾ ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ചോദിച്ചത് ഇതെന്താ പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോഴാണ് എന്തോ നിയമനത്തിന്റെ എന്തൊക്കെയോ പറഞ്ഞത്. അന്ന് അച്ഛൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നിയമനത്തിന് അവര് ഉറക്കെ സംസാരിച്ചതുകൊണ്ടാണ് നമ്മൾ കേട്ടത്. കാരണം എന്തോ നിയമനത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കണ്ടായിരുന്നു. അത് ഈ അതായത് നിയമനം സമയത്ത് ഞങ്ങളടുത്ത് പറഞ്ഞത് ഒക്കെ ശരിയാവും എന്നാണ്. അതെ, അതായത് നിയമനം കൊടുക്കാം എന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചിട്ടുണ്ട് ആളുകളുടെ അടുത്ത് നിന്ന്. പക്ഷെ നിയമനം കൊടുക്കാൻ പറ്റിയില്ല.
അതെ, അപ്പൊ അവരാണ് അതാണ് സംഭവം ഉണ്ടായത്. അപ്പോ ആ പണം കൊടുത്ത ആളുകൾക്ക് പണം തിരികെ കൊടുക്കണമല്ലോ. ആ പണം തിരികെ കിട്ടാനുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നത്. ആ ആളുകൾ സംസാരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതെ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെത് മാത്രം ആവുകയും പാർട്ടി ഒരു തരത്തിലും സഹായിക്കാതിരിക്കുകയും ഈ പണം വാങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഒന്നും മിണ്ടാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിൽ ഇനിയെങ്കിലും കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയമായി. 7:54. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റ് അതിഥികളിലേക്ക് കെ സജീഷും കെ ഗണേഷും കാത്തിരിക്കുന്നുണ്ട്. അവരിലേക്ക് ശ്രീ കെ സജീഷ്, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ മരണക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. ഒന്ന്, 22 നിയമനങ്ങൾ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ അധികാരം പിടിച്ചപ്പോൾ 22 നിയമനങ്ങൾ നടത്താം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പണം വാങ്ങുന്നു. പക്ഷേ ആ ബാങ്കിന്റെ ഭരണസമിതി കോടതി ഉത്തരവിനെ തുടർന്നും പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്നും ഉദ്ദേശിച്ചതുപോലെ കയ്യിൽ വരുന്നില്ല. അതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ആ ബാധ്യതയിൽ ഒരാളെ തനിച്ചാക്കി ബാക്കിയുള്ളവരെല്ലാവരും മുങ്ങുന്നു. അതൊന്നാമത്തെ കാര്യം. മറ്റേത് വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബാധ്യതകളെല്ലാം ഏറ്റുവാങ്ങി ഒരു മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി തിരിഞ്ഞു നോക്കുന്നുമില്ല എന്നുള്ള സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ശ്രീ അഭിലാഷ്, 2 കാര്യങ്ങളുണ്ട്. താങ്കളിപ്പോൾ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ വാചകത്തിൽ തന്നെ മറുപടി പറയാവുന്നതാണ്. ഒന്ന്, ഇത് ഒരു പിൻവാതിൽ നിയമന തട്ടിപ്പ് കേസും അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ഇരട്ട കൊലപാതകവുമാണ്. ഇതിന് 2നും ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ അതിലേറെ എനിക്ക് പ്രയാസമുണ്ടായത് മരണപ്പെട്ടുപോയ ബഹുമാനായ NM വിജയൻ്റെ മക്കൾ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉന്നയിച്ച നൗഷാദ് അലി ഉന്നയിച്ച ചില കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ എങ്ങനെ തട്ടിയെന്ന് എനിക്കറിയില്ല. കത്ത് 100% കോൺഗ്രസിനോടുള്ള കൂറ് ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല ഈ കത്ത് വ്യാജമാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയേണ്ടതില്ലേ? ഈ കത്ത് വ്യാജമാണ് എന്ന അഭിപ്രായം നൗഷാദ് അലിക്കുണ്ടോ? ആ അഭിപ്രായമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത് ഈ കത്തിനകത്ത് ഉള്ള എഴുത്തിൻ്റെ മഷിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്നാണ്. VD സതീശൻ എന്ന പേരെഴുതിയ മഷിക്കെന്തോ നിറവ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമാണോ ശ്രീ VD സതീശൻ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞ ഒരു വാചകം എന്തുകൊണ്ട് ശ്രീ അഭിലാഷ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല എന്ന് എനിക്കറിയില്ല. അതിലൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: എന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതാണ്. ഭീഷണിയുടെ രൂപത്തിലാണ് ഈ പറഞ്ഞ മരണപ്പെട്ടുപോയ NM വിജയൻ്റെ മകൻ സംസാരിച്ചത്. ആ ഭീഷണിയൊന്നും അതൊന്നും എന്നോട് വിലപ്പോവില്ല എന്നാണല്ലോ സ്വതസിദ്ധമായ ധിക്കാരത്തിൽ, പുച്ഛത്തിൽ, എല്ലാത്തിനും ഞാനെന്ന ഭാവത്തോടു കൂടി നടക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഈ VD സതീശൻ ഇവരെക്കുറിച്ച് പറഞ്ഞത്. ആ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ മകൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ? സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം അറിയുമോ? ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്താണ് എന്ന് തോന്നുന്നു, ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു. ആ ചാനലിൻ്റെ ആധികാരികമായ വാർത്തയിൽ കണ്ടു, ശ്രീ സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് വിജയൻ്റെ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്നാണ്. ഈ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, 1 മിനിറ്റ് മുമ്പേയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൻ്റെ വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാം കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്. എന്ത് മൃഗീയമായ രീതിയിലാണ് ഇവരുടെ നിലപാട് എന്ന് സ്വയം പരിശോധിക്കേണ്ടതില്ലേ? പറയാവുന്നത് എങ്ങനെയും മറ്റുള്ളവരുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുക, തങ്ങൾ ചെയ്ത ഈ അപരാധത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആട്ടിൻതോലിട്ട ചെന്നായിയെ പോലെ ഇവിടെ നൗഷാദ് അലി പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്താ അറിയോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കട്ടെ, കത്ത് മാത്രമല്ല ചില ഉൾപ്പിരിവുകൾ ഉണ്ടാകും, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഉൾപ്പിരിവ് എന്ന് നൗഷാദ് അലി ഈ ചർച്ചയിൽ പറയണം. എന്താണ് ഉൾപ്പിരിവ്? ആ കുടുംബം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ സംശയത്തിൻ്റെ നിഴലിലാക്കാനല്ലേ നൗഷാദ് അലി ഈ ചർച്ചയുടെ ഭാഗമായി ശ്രമിച്ചത്? ഇത് നൗഷാദ് അലി എന്ന് പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരൻ്റെ പ്രശ്നമല്ല. T സിദ്ദിഖ് ഇവിടെ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്. അതിൽ T സിദ്ദിഖ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങളാണോ? ഇപ്പോൾ കത്ത് പുറത്തു വന്നല്ലോ. ആ കത്തിൽ ഈ മകൻ എഴുതിയ കത്തുണ്ടല്ലോ,
ആ കത്തിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, അവർ ഈ ചർച്ചയിലുണ്ടല്ലോ. അഭിലാഷ് അതിലെ വാചകങ്ങൾ ഉദ്ധരിച്ചല്ലോ. ഈ പത്മജ എന്ന് പറയുന്ന മകളെ പപ്പ എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടാണല്ലോ ആ അച്ഛൻ ആ കത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത്. അവരോടുള്ള സ്നേഹമല്ലേ പങ്കുവെക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് ഞാൻ പോകുന്നു, മകനെയും കൂട്ടി പോകുന്നു എന്നല്ലേ എഴുതി വെച്ചത്. ഈ സിദ്ദിഖിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നൗഷാദ് അലിക്കും എവിടുന്നാണ് ഉൾപ്പിരിവ് വന്നത്? സിദ്ദിഖിന് എവിടെയാണ് കുടുംബ പ്രശ്നം വന്നത്? അതായത് തങ്ങളൊരു കുടുംബത്തെ, ഒരു മകനെയും അച്ഛനെയും ഇരട്ട കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്തമാനം പറയലല്ലേ ആദ്യം അവസാനിപ്പിക്കേണ്ട കോൺഗ്രസ്? എന്തൊരു നെറുകേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ സുധാകരൻ പറഞ്ഞതും അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തിയതും എല്ലാം നമ്മൾ കാണണ്ടേ? ഇത് ഇങ്ങനെ അവസാനിച്ചു പോകുന്നതല്ല. അഭിലാഷ്, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ VD സതീശന് ക്ലാരിറ്റി പോരാ എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ മരണത്തിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ്. 50 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എൻ്റെ ജീവിതം തുലച്ചു, ഞാനിതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വച്ചിട്ടില്ലേ. ആ മേൽപ്പറഞ്ഞ നേതാക്കന്മാരിൽ പ്രധാന പേരാണ് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ DCC പ്രസിഡന്റ്. ഇതെല്ലാമല്ലേ ഇത് നമ്മൾ കാണേണ്ടതില്ലേ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം ഈ മരണത്തിൻ്റെ പ്രശ്നം പുറത്തു വരുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു കത്ത് KPCCക്ക് 2021 ഇദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും തന്നെ മുൻനിർത്തി ഇവർ നടത്തിയ നിയമന തട്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി എനിക്ക് വന്ന ബാധ്യതയെക്കുറിച്ചും ഒരു കത്ത്, ആ കത്ത് പുറത്തു വന്നു. അതിനെ അവർ നിഷേധിച്ചു. പിന്നീട് കരാർ പുറത്തു വന്നു, ആ കരാറിനെയും നിഷേധിച്ചു. പിന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ KPCC പ്രസിഡന്റും എല്ലാം സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ നെറികെട്ട ഒരു സമീപനം ഇപ്പോൾ മാത്രമല്ല. ഒരു കാര്യം ഞാൻ പറയാം, വയനാടിൽ DCCയുടെ ട്രഷററാണ് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തതെങ്കിൽ KPCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. KPCCയുടെ ട്രഷറർ അഡ്വക്കേറ്റ് പ്രതാപ് ചന്ദ്രൻ ആത്മഹത്യ ചെയ്തത് KPCC ഓഫീസിലെ വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഇരയായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ UK നിന്ന് ഈ വാർത്തകൾ കേട്ടതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. അവരൊന്നും ഈ നാട്ടിൽ പോലും ഇല്ല. ആ മകൻ DGPക്ക് പരാതിപ്പെട്ടപ്പോൾ KPCCയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരായി പരാതി കൊടുത്തപ്പോൾ ഭീഷണിപ്പെടുത്തി സുധാകരൻ പരാതി പിൻവലിച്ചു എന്നിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. കേരളത്തിലെ ഒരു DCCയുടെ ട്രഷറർക്ക് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അതായത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും കോൺഗ്രസിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അത് DCCയുടെയും KPCCയുടെയും ട്രഷറർക്കാണ്. ഇത് ഓരോ കോൺഗ്രസ്സുകാരനും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് നൗഷാദ് അലിയെ പോലെയുള്ള ആളുകൾ ഇത്രയും മനുഷ്യത്വരഹിതമായി വാക്കുകൾക്കിടയിലൂടെ ഈ ചർച്ചയിൽ കുടുംബത്തെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കുടുംബം ഇപ്പോൾ ഈ ചർച്ചയിലില്ല. അവർ അടുത്ത ചാനലിൽ ഉള്ള ക്ഷണം അവർക്ക് അറിയാമായിരുന്നു. അഭിലാഷ്, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഒരു വാചകം കൂടി എനിക്ക് ചേർത്ത് വെക്കാനുണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഞാനത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോഴേക്ക് കുടുംബം ഉണ്ടാകില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങൾ അവർ കൂടി കേൾക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതിന് ശേഷമല്ലേ സതീഷ് പറഞ്ഞത് അവർ കേൾക്കേണ്ടിയിരുന്നു. അവർ പോയത്. കാരണം അവർക്കിപ്പോ സ്വാഭാവികമായും എല്ലാ ചാനലുകളും ഈ വിഷയമാണ് നല്ലത്. അല്ല, താങ്കളുടെ ചോദ്യത്തിൽ ഒന്ന് വിട്ടുപോയിരുന്നു. ഭീഷണി എന്ന വാചകമല്ലേ ഞാനത് ആദ്യം ക്ലാരിറ്റി എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ചോദിക്കേണ്ടതായിരുന്നു. ശരി, പക്ഷെ ആ വിഷയത്തിന് അവർ ക്ലാരിറ്റിയിൽ ഊന്നാനൊന്നുമില്ല. അത് സതീശന്റെ സ്വതസിദ്ധമായ ക്ലാരിറ്റി എന്നതിൽ ഊന്നേണ്ടതില്ല. അത് സതീശൻ എന്ന് പറയുന്നത് സ്വതസിദ്ധമായ കളവിന്റെ പ്രതീകത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീഷണിയായിരുന്നു. അടുത്ത ചർച്ചക്ക് മുമ്പായിട്ട് AKG സെന്ററിലേക്ക് കത്തെഴുതി ചോദ്യാവലി ഒന്ന് മേടിച്ചാൽ മതി അഭിലാഷേ. ഭീഷണി എന്ന കാര്യത്തിന് അവിടെ പത്മജ തന്നെ ആദ്യത്തെ ടോക്കിൽ ആ കാര്യം അവരെ കൂടുതൽ ചോദിക്കാതിരുന്നത്. കൊന്ന സമയത്ത് വരെ
ഒരു കാര്യം അതൊക്കെ വേറെ വിഷയം. അതൊക്കെ വേറെ വിഷയം. ഇന്നത്തെ ചർച്ച പറയണ്ട. ഇന്നത്തെ ചർച്ച കേരളത്തിലെ ചരിത്രം എഴുതിയ മൊയാരത്ത് ശങ്കരനെ കൊന്നു തുടങ്ങിയതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചർച്ച വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയാണ്. ചർച്ച വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയാണ്. വേറെ ഒരു വിഷയത്തിലേക്ക് രണ്ടുപേരും വിഷയത്തെ കൊണ്ടുപോകേണ്ട. കാരണം അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ ഒരു കാര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. സൂചിപ്പിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. ഞാൻ രണ്ടുപേരെ മ്യൂട്ട് ചെയ്യും. അത് വേണ്ട. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നിൽക്കുക. മറ്റൊരു വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടതില്ല. ശ്രീ കെ ഗണേഷ്, ഇവിടെ ഇപ്പോ നോക്കൂ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് NM വിജയൻ അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്നുണ്ട്. 2013 ബത്തേരി സർവീസ് സഹകരണ ബാങ്കിലെ ഭരണം പിടിക്കാൻ വേണ്ടി, അന്നേരം BJPയുടെ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഭരണം പിടിക്കാൻ വേണ്ടി ഒരു ഡയറക്ടറെ 10 ലക്ഷം രൂപ കൊടുത്ത് മാറ്റി. അന്ന് CN ബാലകൃഷ്ണനായിരുന്നു ഇവിടുത്തെ സഹകരണ മന്ത്രി. UDFന്റെ സർക്കാരാണ്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഒരു അട്ടിമറി നടത്തി ബാങ്കിന്റെ ഭരണം പിടിച്ചു. പക്ഷേ BJP കോടതിയിൽ പോയി ഭരണം മാറുന്നതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഉത്തരവുണ്ടായി എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും പഴയ ഭരണസമിതി തന്നെ അധികാരത്തിൽ വന്നു. അപ്പോൾ അവിടെ അഴിമതിക്കുണ്ടായിരുന്ന, അതായത് നിയമനം വഴി പൈസ വാങ്ങിക്കാനുണ്ടായിരുന്ന വലിയ ഒരു സ്കോപ്പ് നഷ്ടപ്പെട്ടു. ഭരണം കിട്ടും, ഈ ബാങ്കിന്റെ അധികാരം കിട്ടുമെന്ന് കരുതി പൈസ വാങ്ങിപ്പോയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് അധികാരം മാറിപ്പോയി. 22 പോസ്റ്റിലേക്കും നിങ്ങളുടെ ഭരണസമിതി നിയമനം നടത്തി. അതുകൊണ്ട് ഇവര് പൈസ വാങ്ങിയ ആളുകൾക്ക് നിയമനം കൊടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്ര വലിയ പ്രതിസന്ധിയിൽ പെടുന്നത്. അങ്ങനെയാണ് തുടക്കം. പിന്നീട് ആ കടം പെരുകി വലിയ വലിയ ബാധ്യതയിലേക്ക് പോയി. പാർട്ടി തിരിഞ്ഞു നോക്കിയുമില്ല. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് സഹകരണ രംഗത്തൊക്കെ ഉള്ള അഴിമതിയുടെ കൂടെ ഒരു സൂചകം ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ. അഭിലാഷേ, ഈ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയം, കാരണം രാഹുൽ ഗാന്ധി അവിടുത്തെ MP ആയിരുന്നു, പ്രിയങ്ക ഗാന്ധി അവിടുത്തെ MP ആണ് ഇപ്പം നിലവിൽ. അവർക്ക് ഈ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നാളെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തി പറയും BJP ആണ് ഇതിന് കാരണം. BJP അവിടെ ഭരണം പിടിച്ചത് കൊണ്ടാണ് ഈ DCCയുടെ ട്രഷർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് BJP ആണ് ഇതിന് കാരണം എന്ന് പറയും. കാരണം അങ്ങനെയാണ്. കാരണം സ്നേഹത്തിൻ്റെ കട ഇപ്പോൾ പൂട്ടി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. കാരണം തുറന്നു വെച്ച കട അടച്ച അവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ ഒരു നേതാക്കന്മാർ പോലും ഒരു പാവപ്പെട്ട 50 വർഷം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവിതം പോലും ഒഴിഞ്ഞു വെച്ച് ജീവിതം കളഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കളഞ്ഞ വ്യക്തിക്ക് എന്താ പറയുക, ഒരു അവസാന സമയത്തെങ്കിലും ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലോ ഇവർക്ക് സംസാരിച്ചു കൂടായിരുന്നു. ആ പാവപ്പെട്ട 2 മക്കളിരിക്കുന്ന സമയത്ത് എന്ത് മോശമായിട്ടാണ് ആ VD സതീശൻ്റെ എന്താ പറയുക പരമ്പരയാണ് ഇവരെന്നൊക്കെ ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. എന്തിനാണ് ഒരു മരണപ്പെട്ട ആളുകളെ പോലും ഇങ്ങനെ നീചമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്? വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരെന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കാരണം ഇതിൽ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിനെ കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അതെങ്ങനെയാണ് പണം ഉപയോഗിച്ച് അട്ടിമറിച്ചിട്ട് ആലോചിച്ച് നോക്കണം അഭിലാഷേ. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ MP ആയിട്ടുള്ള മണ്ഡലത്തിലാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം. ഇത്തരത്തിൽ 2 കേസുകൾ ഇവർക്കെതിരെ എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂരിലെ ADM നവീൻ ബാബുവിൻ്റെ കൊലപാതകം നമുക്കറിയാം. നവീൻ ബാബുവിനെ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, നവീൻ ബാബു എങ്ങനെയാണോ കൊല്ലപ്പെട്ടത്, അത്തരത്തിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ DCC ട്രഷറുടേത്. അതിന് ഉത്തരവാദി അവിടുത്തെ MLAയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമാണെന്ന് കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നവീൻ ബാബുവിന്റെ വിഷയത്തിൽ PP ദിവ്യയെ എങ്ങനെയാണ് CPMകാർ സംരക്ഷിച്ചത്, അതേപോലെ തന്നെയാണ് ഈ IC ബാലകൃഷ്ണനെയും കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു സംശയവും വേണ്ട. ഇത്തരത്തിൽ ആളുകളെ കൊല്ലാക്കൊല ചെയ്യുന്ന സമീപനമാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ സജീഷ് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ അവിടെ കേസ് ഒത്തുതീർപ്പാക്കാൻ IC ബാലകൃഷ്ണനിലേക്ക് കേസ് എത്താതിരിക്കാനുള്ള പോലീസിന്റെ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില പ്രസ്താവനകളും ചില എന്താ പറയുക പൊടിക്കൈ സമരങ്ങളും ഒക്കെ വയനാട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടു ഈ വിഷയത്തിൽ CPMന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ ഈ കോൺഗ്രസ് നേതൃത്വവും CPMന്റെ ഇപ്പോൾ വയനാട്ടിൽ വന്ന പുതിയ നേതൃത്വവുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലോ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില മറ്റുള്ള വിഷയങ്ങളിലേക്ക് ഈ കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴി മാറ്റി ഗൂഢാലോചന തിയറികളോ മറ്റു കാര്യങ്ങളോ പറയുന്നത് നമ്മുടെ മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി നിൽക്കുന്നത് 2
കുറിപ്പുകളാണ്. ആത്മഹത്യാ കുറിപ്പ് ഒന്ന് ഈ നേതാക്കൾക്ക് അയച്ചതും 2 മക്കൾക്ക് അയച്ചതും. നമ്മൾ അതിന്റെ ബേസിസിൽ തന്നെ ചർച്ച ചെയ്യാൻ, മറ്റു വിഷയങ്ങളൊക്കെ ഒഴിവാക്കാൻ തോന്നുന്നു. ടി സിദ്ദിഖിനെ കൂടി ഒന്ന് വിളിക്കൂ PCR, അദ്ദേഹം ഒരുപക്ഷെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. ശ്രീ കെ പി നൌഷാദ് അലി, ഇവിടുത്തെ പ്രാഥമികമായ പ്രശ്നം മനുഷ്യത്വത്തിൻ്റെതാണ്. എങ്ങനെ ഈ സാമ്പത്തിക ബാധ്യത വന്നു എന്നൊക്കെ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കട്ടെ. അത് രണ്ടാമത്തെ വിഷയമാണ്. നാളെ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫൊക്കെ വയനാട്ടിൽ പോകുന്നുണ്ട്. പഠിക്കട്ടെ, പരിശോധിക്കട്ടെ, ആരാണ് ഈ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചത് എന്നുള്ള കാര്യവും പഠിക്കട്ടെ. അതിന് ഓക്കെ, ഒരു 10, 20, 25 ദിവസം സമയമെടുക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യത്വത്തിൻ്റെതാണ്. ഒരു മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് എന്റെ പാർട്ടിക്ക് ഒരു അപഖ്യാതി വരരുതേ എന്ന് വിചാരിച്ച്, എന്റെ മരണം കൊണ്ട് പോലും എന്റെ പാർട്ടി കളങ്കപ്പെട്ടു പോകരുതേ എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ മരണക്കുറിപ്പ് കയ്യിൽ കിട്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ VD സതീശനും കെ സുധാകരനും എന്തു ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ രാത്രിയിൽ നമ്മുടെ മുമ്പിൽ വരേണ്ട ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന്. അതിനകത്ത് വസ്തുതാപരമായ ഒരു വിശദീകരണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ അഭിലാഷ് പറഞ്ഞ നേരത്തെയും ചോദ്യത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഇവിടെ പിന്നെ മരണപ്പെട്ട ആളുടെ മകനും മരുമകളും പറഞ്ഞ വാചകങ്ങളിൽ നിന്നുള്ള കാര്യം വെച്ചാണ് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞത്. ഇവിടെ വീണ്ടും നിങ്ങൾ പറയുന്നു മരണപ്പെടുവാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വരെ, എന്ന് തീരുമാനിക്കുമ്പോൾ വരെ പാർട്ടിയെ തള്ളി പറയാതിരിക്കുക എന്നുള്ളത് ആ പാർട്ടിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു തെളിവാണ്. പാർട്ടിയിൽ നിന്നൊരു അന്യായം അദ്ദേഹത്തിന് നേരിട്ടിട്ടില്ല എന്നുള്ളതിന് മറ്റൊരു സാക്ഷ്യം ആവശ്യമില്ല. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന് കുടുംബത്തിലൊരു അംഗത്തിന് പോലും അഭിപ്രായമില്ല. ആ 2 പേരും ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ഊഴം കഴിഞ്ഞിട്ടും സംസാരിച്ച് ഒരുപാട് കഴിഞ്ഞിട്ടാണല്ലോ പിരിഞ്ഞു പോയത്. അവർക്കില്ലാത്ത ഇരുട്ടിൽ നിന്ന് പൂച്ചയെ തപ്പുന്ന ശൈലിയൊക്കെ ഈ സജീഷൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. അവരുടെ ഒരു സഹജ സ്വഭാവം കാരണമായിരിക്കും. അത് ആന്തൂര് തൊട്ട് ഒഞ്ചിയം വരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ സ്ത്രീകളെയാണ് തെറിവിളിക്കുന്നത്, സദാചാര പ്രസംഗിക്കുന്നത്. ഞാൻ ഇടപെടും. താങ്കളൊന്ന് മറുപടി പറയേ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് മരണപ്പെട്ട കുടുംബം അന്തവും കുന്തവും ഇല്ലാത്ത പാർട്ടി ഓഫീസിലെ ചർച്ചയല്ല, ഇത് മാതൃഭൂമിയിലെ ചർച്ചയാണ്. അത് നിങ്ങളെ എവിടെയായാലും ശരി, നൗഷാദ് അലി, എവിടെയായാലും ശരി, താങ്കൾ ഇങ്ങനെ കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തുമ്പോ കേട്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. താങ്കൾ പറയും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ 2 പേരിലേക്കും വരാം. അല്ല, KPCC പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ പരാമർശം. അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് മാത്രമല്ല, മരിച്ച സ്വന്തം സഹപ്രവർത്തകന്റെ നെഞ്ചുപൊട്ടി നിൽക്കുന്ന കുടുംബാംഗങ്ങളോ കുറിച്ച് KPCC അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം മോശമാണ്, മ്ലേച്ഛമാണ്. വല്ലതും പുലമ്പുന്ന ആളുകൾക്കൊന്നും നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കരുത്. AKG സെന്ററിലെ ക്യാപ്സൂൾ വന്ന് ഇവിടെ ഛർദിക്കുമ്പോ അതിലൊന്നും നിങ്ങൾ ഗൗരവം കണ്ടിട്ട് ഖേദം പ്രകടിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. അല്ല, ഖേദത്തിന്റെ പ്രശ്നമല്ല, ഞാൻ കേട്ടിട്ടില്ല. ഈ തന്തവും കുന്തവും പരാമർശിക്കുന്നു ഇപ്പോഴെങ്ങാനും പറഞ്ഞതായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കാം. ശരി, അല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ ടി സിദ്ദിഖ് MLA ടെലിഫോൺ ലൈനുണ്ട്. അപ്പൊ അദ്ദേഹം ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട ആളാണല്ലോ. ടി സിദ്ദിഖ് 2 കത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് അദ്ദേഹം പാർട്ടി നേതാക്കൾക്ക് അയച്ച കത്ത് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ കത്ത് വിശ്വസനീയമല്ല എന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോ മാതൃഭൂമിയിൽ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കണം, എന്നെ ഒന്ന് വിളിക്കണം എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരാളാണ്. ഞാനത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഹൃദയഭേദകമായിട്ടുള്ള 2 മരണവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ചർച്ച നടത്തുമ്പോൾ അതിൽ സത്യസന്ധവും അതിൽ വ്യക്തമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളത് പാനലിൽ ചർച്ച ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സജീഷ്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ടി സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ വിജയേട്ടന്റെ മരണത്തിന്റെ കാരണം കുടുംബ പ്രശ്നങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് സജീഷ് പറഞ്ഞത്. സജീഷ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിജയേട്ടന്റെ മരണത്തിന്റെ കാരണം കുടുംബ പ്രശ്നമാണ്, മറ്റൊരു കാരണവുമല്ല, കുടുംബ പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ താങ്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു,
താങ്കൾ ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം നിങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ കേട്ടു എന്നുള്ളതും പറഞ്ഞു. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വിജയേട്ടന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പുറത്തു വരണം. എന്ത് കാരണമാവട്ടെ, അതിൽ ഈ കാരണമുണ്ടോ, പണം കൊടുത്ത കാരണമുണ്ടോ, അതിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മറ്റു വല്ല വിഷയങ്ങളുണ്ടോ? ഇത് ആദ്യം തുടക്കത്തിൽ കത്തൊക്കെ വരുന്നതിന് മുമ്പ്, വളരെ മുമ്പ് അങ്ങനെ വല്ല കാരണമുണ്ടോ? എന്താ അത്? ഫാമിലി എന്നുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുമില്ല. അത് പരാമർശിച്ചുകൊണ്ട് കടന്നു വന്നതിന് കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന്റെ കാരണമെന്ന് സിദ്ദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് സജീഷ് സ്ഥാപിക്കുക. എന്ത് മര്യാദഘട്ട സംസാരമാണ് ഇതൊക്കെ? ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനാണ് മരിച്ചത്. ഞങ്ങൾക്കതിന്റെ വേദനയും പ്രയാസത്തിലും നിൽക്കുന്നതാണ്. നിങ്ങൾ ഇരട്ട കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെയൊക്കെ അതിലേക്ക് അങ്ങ് കൂട്ടുകയാണ്. ഇരട്ട കൊലപാതകമൊക്കെ ആരാ ചെയ്തത് കാര്യങ്ങൾ ഞാൻ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും സജീഷാണെങ്കിലും ഞാനാണെങ്കിലും നൗഷാദ് അലി ആണെങ്കിലും ഒക്കെ അതിൽ സത്യത്തിന്റെ അംശത്തോട് വന്നുകൂടി വന്ന് സംസാരിക്കണം. അല്ലാതെ ഇല്ലാത്തതായിരിക്കുന്ന ആരോപണം കുടുംബ പ്രശ്നമാണ് ഇതിന്റെ മരണത്തിന്റെ കാരണമെന്ന് സിദ്ദിഖ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ പത്രസമ്മേളനം ഞാൻ നടത്തിയില്ലല്ലോ. ശരി, ഓക്കെ, അതാണ് അക്കാര്യത്തിലെ ടി സിദ്ദിഖിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ശ്രീ എസ് കെ സജീഷ്, താങ്കളുടെ പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പരാമർശിച്ച കാര്യങ്ങൾ ആ തരത്തിൽ കൂടിയുള്ളതാണ്. ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് കടക്കാതെ മറ്റു രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് താങ്കൾ ഇവിടെ പറഞ്ഞ പോലെ ഏതെല്ലാമാണോ കാരണങ്ങൾ അതെല്ലാം പരിശോധിക്കാമെന്ന് ആരൊക്കെയാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ടി സിദ്ദിഖ് പറഞ്ഞത് സജീഷ് മറുപടി പറയേണ്ട വിഷയമാണല്ലോ, അത് കഴിയട്ടെ എന്നിവിടെ പറഞ്ഞ ആളാണ് അദ്ദേഹം. അല്ല, അതിലേക്ക് വരാം. വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആരോപണങ്ങൾ. എന്റെ പ്രിയ സുഹൃത്തെ, അദ്ദേഹം ആരെയും ഗോപാലകൃഷ്ണ വെള്ള പുതപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കുലംകുത്തി എന്ന് പറഞ്ഞിട്ടില്ല, പരനാറി എന്ന് പറഞ്ഞിട്ടില്ല, നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് ഉചിതം. ഇപ്പോ ടി സിദ്ദിഖ് സ്പെസിഫിക് ആയ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിന് മറുപടി പറയേണ്ടത് എസ് കെ സജീഷാണ്. എസ് കെ സജീഷ് അത് പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണ് എസ് കെ സജീഷ് പറയട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. പറയൂ സജീഷ്, പറയൂ. ഒരു കാര്യം ശ്രീ അഭിലാഷ്, ഒന്ന് ടി സിദ്ദിഖ് ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പല കാരണങ്ങളുണ്ടായേക്കാം, ആ കാരണങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മറവെച്ചുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ഇപ്പം നേരത്തെ നൗഷാദ് അലി സംസാരിക്കുമ്പോൾ ചില ഉൾപ്പിരിവുകളുണ്ട്, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെക്കുന്നത് പോലെ സംശയത്തിൻ്റെ നിഴലാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്നു കൂടി പറയേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്ന് കെ സുധാകരൻ പറഞ്ഞു അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ്, പറഞ്ഞത് നിഷേധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ മകൻ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അത് എന്താണ്, എൻ്റെ അടുത്ത് നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം, അതിന്റെ ഇടയിൽ നൗഷാദ് അലി അങ്ങനെ പറഞ്ഞില്ലേ? പറയട്ടെ നൗഷാദ് അലി, ഒറ്റ മിനിറ്റ്. എങ്ങോട്ടായി കൊണ്ടുപോകുന്ന ഈ ചർച്ച? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. താങ്കളെ കേൾപ്പിക്കണമോ? താങ്കളെ കേൾപ്പിക്കണമോ? ഒരു കാര്യം, ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട്. നാളത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും അത് തന്നെയായിരിക്കും. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാണെങ്കിൽ അത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നൗഷാദ് അലി, ഒരു കാര്യം, താങ്കൾ നേരത്തെ ചില വാചകങ്ങൾ പറഞ്ഞല്ലോ, ചില പ്രയോഗങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിലെ വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി താങ്കൾ ചില പ്രയോഗങ്ങൾ പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തെ, വി ഡി സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ നടത്തിയ സംസാരത്തിലുള്ള ഭാഷയും എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി പറ്റുമോ? താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുമോ? ആ വാക്ക് ഇതിൽ പ്രയോഗിച്ചാൽ മാതൃഭൂമി ചാനലിന്റെ ചിലപ്പോൾ സെൻസർഷിപ്പിനെ ബാധിക്കുന്ന ഘടകമാകില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വെറുതെ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യം, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താണ്? അങ്ങനെ പറഞ്ഞു വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ചാനലിന്റെ സെൻസർഷിപ്പിനെ ബാധിക്കും എന്നതുകൊണ്ടാണ് ബീപ് ശബ്ദപ്പെടുത്തി വി ഡി സതീശനും തമ്മിൽ നടന്ന സംസാരത്തെ ജനങ്ങളുടെ മുന്നിൽ പറയണമെങ്കിൽ ആ മാന്യതയുടെ മുഖംമൂടിയൊന്നും നിങ്ങൾ വെക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായമുണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ?
ഈ പറഞ്ഞ നിങ്ങളുടെ പ്രിയപ്പെട്ട എൻ.എം. വിജയന്റെ മകൻ വി.ഡി. സതീശനെ പോയി ഭീഷണിപ്പെടുത്തിയതാണോ? അബദ്ധ ജടിലം ഇവിടെ വച്ച് ശരി, അല്ല ഇനിയിപ്പോ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട. ഇവിടെ എൻ.എം. വിജയന്റെ മരണം എൻ.എം. വിജയന്റെ മരണം എന്ന നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. നമ്മൾ ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി കിട്ടാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ മരണം എന്ന വിഷയത്തിൽ വരുമ്പോൾ നൗഷാദ് അലി കെ സുധാകരന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം മുഴുവനായി ഞാൻ കേട്ടില്ല. അതിൽ വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ ഞാൻ പറയാം. KPCCയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഞാൻ കൂടുതൽ പ്രതികരിക്കാം എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഞാനിത് നേരത്തെ ശ്രദ്ധിച്ച വിഷയമാണ്, വിഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് KPCC പ്രസിഡന്റ് പറയാണ്. എന്ന് മാത്രമല്ല, എല്ലാവരും തൂങ്ങും എന്ന് ഞാൻ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്രേ. അപ്പോൾ നേരത്തെ അറിയാവുന്ന പരിഹരിച്ചോളൂ, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി തൂങ്ങേണ്ടി വരും എന്ന് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകിയ വിഷയമായിരുന്നു ഇത് എന്ന് വരുമ്പോ ഇനിയിപ്പോ ആത്മഹത്യാക്കുറിപ്പിനെ സംശയിക്കണ്ടല്ലോ, ഇനിയിപ്പോ ആ കയ്യക്ഷരത്തെയോ എഴുതിയ മഷിയെയോ സംശയിക്കണ്ടല്ലോ, ക്ലാരിറ്റിയെ സംശയിക്കണ്ടല്ലോ. അല്ല ഞാൻ പറയാം താങ്കൾ നേരത്തെ പറഞ്ഞ ഉൾപ്പിരിവ് എന്താണെന്ന് നേരത്തെ സജീഷ് ചോദിച്ചു, സമയമില്ല, അതുകൂടി വിശദീകരിച്ചോളൂ. അല്ല ഞാൻ പറയാം ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാങ്ക് നിയമനവും അതുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മുൻകാലങ്ങളിൽ വലിയ പ്രക്ഷോഭം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിച്ച് മാറ്റി നിർത്തിയ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുന്നോട്ട് വരികയും ഈ വിജയനെ വീട് കയറി ആക്രമിക്കുകയും സുൽത്താൻ ബത്തേരി ടൗണിൽ വെച്ച് ആക്രമിക്കുകയും ചെയ്ത പാർട്ടിക്കാരാണ് CPM. ഒന്നുകില്ലേ ആ കേസില് ഒന്ന് മാപ്പ് പറയട്ടെ. അദ്ദേഹം മരിച്ചത് പാർട്ടി സാമ്പത്തിക വിഷയത്തിൽ കാണിച്ചിട്ടുള്ള, പാർട്ടി നേതാക്കൾ കാണിച്ചിട്ടുള്ള ചതിയിലാണ് മരണമാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ലാതെ CPM ആക്രമിച്ചിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ അല്ല. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അവരാണ്. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോ മറ്റ് രാഷ്ട്രീയ വൈരാഗ്യങ്ങളോ ഒന്നുമല്ല. ആത്മഹത്യാക്കുറിപ്പ് വളരെ സ്പെസിഫിക് ആണ്. ആത്മഹത്യാക്കുറിപ്പിലുണ്ടോ? അഭിലാഷേ, ഈ ചർച്ചയിൽ ആ കുടുംബാംഗങ്ങൾ വന്നു പറഞ്ഞ വാചകങ്ങളിലെ വ്യത്യാസമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നിങ്ങൾ ആ മകനോട് കുത്തി ചോദിച്ചല്ലോ, VD സതീശൻ മോശമായി പെരുമാറിയോ, മോശമായി വല്ലതും പറഞ്ഞോ എന്ന്. അയാൾ എന്തെങ്കിലും പറഞ്ഞോ? നല്ല നിങ്ങൾക്ക് കിട്ടേണ്ട പരദൂഷണം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ അത്യധ്വാനം ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ അവാസ്തവങ്ങളായ കാര്യങ്ങളാണ്. മരിച്ചു മുകളിൽ നിൽക്കല്ലേ എൻ.എം. വിജയൻ? അദ്ദേഹം അവാസ്തവം എഴുതി വെച്ച് മരിച്ചുപോയ ഒരാളാണോ നൗഷാദ് അലി? മരിച്ചു മുകളിൽ നിൽക്കുന്ന എൻ.എം. വിജയൻ അവാസ്തവം എഴുതി വെച്ചിട്ട് മരിച്ചുപോയ ആളല്ലല്ലോ. ഈ പാർട്ടി, എന്റെ മക്കളെയെങ്കിലും രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച്, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച് മുകളിലേക്ക് പോയ ആളല്ലേ. അത് അവാസ്തവമല്ലല്ലോ, പരദൂഷണമല്ലല്ലോ. പാർട്ടി നേതാക്കൾക്കെതിരെ പരദൂഷണം എഴുതി വെച്ചല്ലോ എൻ.എം. വിജയൻ മരിച്ചത്. ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ KPCC പാർട്ടി നേതാക്കളുടെ ചതിയിൽ ചങ്ക് തകർന്ന് വയ്യാത്ത മകനും വിഷം കൊടുത്ത് സ്വയം മരിക്കുന്ന ഒരു അച്ഛൻ പരദൂഷണമോ അവാസ്തവമോ പറഞ്ഞല്ലോ മരിച്ചത്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല അഭിലാഷേ. അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണത്തിന് ആളെ വെച്ചത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകും. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തിയ ആളാണ്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തി. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം മരിച്ച് മണ്ണടിഞ്ഞതിന് ശേഷം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്നുള്ളതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കെ സുധാകരന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം 2-3 ദിവസം എടുക്കും. അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരമുള്ളൂ. കത്തിനിരുന്ന് ഞാൻ പോയതിനു ശേഷം വായിച്ചു. അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും, തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന് വല്ല അന്തവും ബന്ധവും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാർട്ടി നേതാക്കന്മാർക്ക് ഇത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം വളരെ വലുതല്ലേ? അവരല്ലേ അതിന് പരിഹാരം കാണേണ്ടത്? വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം? ശരി, ഇവിടെ ശ്രീ നൗഷാദ് അലി, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നാട്ടുകാരോട് സമാധാനം പറയുക എന്നുള്ളത് ഒരു കാര്യം, അതിനപ്പുറത്ത് സ്വന്തം പ്രവർത്തകരോട്, ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം
ഹോമിക്കുന്ന, ജീവിതം ചെലവാക്കുന്ന, ഇവിടെ ഈ ഇദ്ദേഹം തന്നെ SI സെലക്ഷൻ കിട്ടിയിട്ട് അത് റദ്ദാക്കി, അതും അന്നത്തെ പാർട്ടി നേതാക്കൾ റദ്ദാക്കി പാർട്ടിയിൽ കുടിവെച്ച ഒരാളാണ്. അപ്പൊ ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോഴും താങ്കളുടെ പാർട്ടിയിൽ ഉണ്ട് ശ്രീ നൗഷാദ് അലി. അപ്പൊ ആ മനുഷ്യർക്കൊക്കെ നീതി കിട്ടുക എന്നുള്ളതൊരു ആ പ്രവർത്തകരോട് പാർട്ടി കാണിക്കേണ്ട മൗലികമായ നീതിയല്ലേ? മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും NM വിജയന് നീതി കിട്ടണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇത് രാഷ്ട്രീയ എതിരാളികളുടെയോ രാഷ്ട്രീയ വൈരത്തിന്റെയോ പ്രശ്നം എന്നുള്ളതിലുപരി. അഭിലാഷെ, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പാർട്ടി നേതാക്കളോട് സമചിത്തത പാലിക്കണമെന്നും കുടുംബാംഗങ്ങൾ നിരപരാധികളും നിഷ്കളങ്കരുമാണ്, അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവോ ഗ്രാഹ്യമോ ഇല്ല, അതുകൊണ്ട് അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക, പാർട്ടി നേതാക്കൾ സമചിത്തത പാലിക്കണം, നിങ്ങൾ നീതി പുലർത്തണം എന്ന് KPCC പ്രസിഡന്റായി പറയുന്നത് ആ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനപ്പുറം എന്താ പറയാൻ പറ്റുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഞങ്ങൾക്കുണ്ടായത്, ഹൃദയഭേദകമായ കാര്യമാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടി ഗൗരവതരത്തിൽ അന്വേഷണം നടത്തും. നാളെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൽപ്പറ്റയിൽ എത്തുകയാണ്. ആ തീരുമാനം എന്താണോ അത് വള്ളി പുള്ളി വിടാതെ ഞങ്ങൾ നടപ്പിലാക്കും. ഏത് തലകൾ ഉരുണ്ടാലും ആ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. അല്ലാതെ ഇത് തീവ്രതയും ഗാഢതയും അളന്ന് വീര്യം കുറഞ്ഞതാണ് എന്ന് കണ്ടെത്തുന്ന കമ്മിറ്റി അല്ല പോയത്. അവിടെ സത്യസന്ധമായ അന്വേഷണം നടത്തി എന്താണ് അവിടുത്തെ വിഷയമെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിൽ നിലപാട് സ്വീകരിക്കും. അതിൽ KPCC പ്രസിഡന്റ് പറഞ്ഞത് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന വാക്കുകളാണ്, ആർദ്രതയുടെ അലിവിന്റെ മനുഷ്യത്വത്തിന്റെ വാക്കുകളാണ്. ഒരു പിതാവിനെ പോലെയാണ് അദ്ദേഹം കേസെടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളം നിങ്ങളാണ് ഭരിക്കുന്നത്. ഇവിടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, ഗൗരവപൂർണമായ വിഷയങ്ങളുണ്ട്, പൈസ വാങ്ങിയതടക്കമുള്ള വിഷയങ്ങളുണ്ട്, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വിഷയങ്ങൾ മാത്രമല്ല, പല ഘടകങ്ങളുള്ള വിഷയമാണ്. രാഷ്ട്രീയമായി കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്തും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ടോ? നിയമപരമായി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് കൃത്യമായി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇവർ നേരത്തെ ആരെങ്കിലും പരാതിയുമായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് IC ബാലകൃഷ്ണന്റെ ആദ്യത്തെ ചോദ്യം, MLA ചോദ്യം. നിരവധി ആളുകൾ ആ വിശ്വാസമുള്ളത് കൊണ്ടാണ്, നിയമത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് പിന്നീട് പോലീസിനുൾപ്പെടെ ഈ സാമ്പത്തിക തട്ടിപ്പിനെതിരായി, നിയമന തട്ടിപ്പിനെതിരായി പരാതിയുമായി വന്നിട്ടുള്ളത്. അത്തരം പരാതികളെല്ലാം പരിശോധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിൻവാതിൽ നിയമനം, നിയമനക്കോഴ, ഈ തട്ടിപ്പ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇരട്ടക്കൊല എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ ഉത്തരവാദി, തൻ്റെ ഭരണത്തിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ IC ബാലകൃഷ്ണനും അതുപോലെ തന്നെ DCC പ്രസിഡന്റും ഉൾപ്പെടെയുള്ള, അപ്പച്ചനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് എന്ന് അദ്ദേഹം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും വാക്കോ വാചകവും വെച്ച് നടക്കുന്ന ചർച്ചയല്ല, എഴുതി വെച്ച അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ തന്നെയുണ്ട് എൻ്റെ മരണത്തിന് ഉത്തരവാദി ആര് എന്ന്. അതിനനുസരിച്ച് അന്വേഷണം പോകും. ഇവർ പറയുന്ന വാചകങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെച്ച് ഈ അന്വേഷണത്തെയും ജനങ്ങളുടെ മുന്നിലും നിൽക്കാൻ വേണ്ടി തയ്യാറാകണം. പിന്നെ അദ്ദേഹം സുധാകരൻ പറഞ്ഞ കാര്യത്തെ ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത്, നമ്മുടെ ചർച്ചയിലിരിക്കുകയായതുകൊണ്ട് നമുക്ക് ലൈവ് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ, ആധികാരികമായി റിപ്പോർട്ടർ ചാനലിൽ ലൈവ് വന്ന ഒരു കാര്യമാണ്. അരുൺ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന്റെ വിശ്വാസതയ്ക്ക് പേര് കേട്ട ചാനലാണ്. പറഞ്ഞു. ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് രാവിലെ സതീശനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ എന്തെല്ലാമാണ് എന്ന് VD സതീശൻ പറയാത്ത ഈ കാര്യത്തിൽ അല്ലല്ല, അത് എനിക്ക് ഒരു ചാനലിലെയും ഒരാളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. സംശയമില്ല. പക്ഷേ എല്ലാ മാധ്യമങ്ങളെയും നല്ലവണ്ണം വിമർശിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് ഈ ചർച്ചയുടെ ഇടയിൽ വന്ന കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊന്ന്, 2 ദിവസം മുമ്പ് കത്ത് കിട്ടിയിട്ട് വസ്തുതയാണ്. 2 ദിവസമായി ഒറ്റ അക്ഷരം ലോകത്തുള്ള എന്ത് കാര്യം വെച്ചിട്ടും കേരളത്തിലെ അദ്ദേഹം മിണ്ടിയില്ല. ഈ കേസ് സജേഷ് ഒറ്റ മിനിറ്റ്, ഈ കേസ് അട്ടിമറിക്കുമെന്ന് ഞാൻ നേരത്തെ എന്റെ ഭാഗം പറയുന്ന സമയത്ത് പറഞ്ഞു.
ഞാൻ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് ഇപ്പൊ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. പരസ്യമായിട്ട് KPCC പ്രസിഡന്റ് പറയുകയാണ്. ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ എന്റെ സജഷൻ ശരി നമ്മൾ എല്ലാ വിഷയവും വസ്തുതാപരമായി ചർച്ച ചെയ്താൽ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി അതിനകത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നതാണ് എന്റെ ഒരു പക്ഷം. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു റട്ടറിക്കലായി സംസാരിക്കുന്നതിന് പ്രശ്നം ഇതിനകത്തുണ്ട്. എന്തായാലും അടുത്ത ദിവസം വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യാം. കാര്യങ്ങൾ കെ സുധാകരൻ പറഞ്ഞത് ഈ അവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനെ കുറിച്ചാണ്, കേസിനെ കുറിച്ചല്ല. എന്തായാലും വളരെ നന്ദി, 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.